നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖണ്ഡ ജ്യോതിക്ക് നീ അണിഞ്ഞ സാരിയായത് നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് മറന്നുകളയാൻ കഴിയാത്ത നിമിഷമല്ലേ അത്? ഈ ഡ്രസ് ഏതാണെന്ന് ഇപ്പൊ ലച്ചുന് മനസ്സിലായോ? ഈ ഹാഫ് സാരി ലച്ചു, അതെ, അത് തന്നെ. അഖണ്ഡ ജ്യോതി, ശിവക്കാവ്. കരുനാഗങ്ങൾ നിറഞ്ഞ കാട്ടില് അർദ്ധരാത്രിയിൽ ശിവലിംഗത്തിന് മുന്നില് അഖണ്ഡ ജ്യോതി തെളിയിക്കാനായി തലയിലും കയ്യിലും അഖണ്ഡ ജ്യോതിയുമായി മരണത്തെ മുഖാമുഖം കണ്ട ഒരു യാത്ര. മറക്കാൻ കഴിയൂ ലച്ചുനത്? ഒരുപാട് സുമംഗലികൾ വിഷം തീണ്ടി മരിച്ചും ശിരസിലെ അഗ്നി പടർന്ന് വെന്ത് വെണ്ണീറായും ജീവൻ ബലിയർപ്പിച്ച പാതയിലൂടെ അവസാന ലക്ഷ്യം കണ്ടവളാ ലച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ശിവലിംഗത്തിന് മുന്നിൽ വീണ്ടും അഖണ്ഡ ജ്യോതി തെളിഞ്ഞു. ആ നിമിഷങ്ങൾ നിനക്ക് ഓർമ്മ വരുന്നില്ല ലച്ചു? അന്ന് ലച്ചു ധരിച്ച സാരി ഏത്? അതെ, ലച്ചു ധരിച്ച സാരി ഏത്? ലച്ചുന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഈശ്വര, ഡോക്ടർക്ക് ആളുകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മോൾ അങ്ങനെ ഏതെങ്കിലും പൂജയിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്റെ അമ്മേ, വീടും എന്റെ ഗ്രാമവും പിന്നെ പെരുവണ്ണാപുരത്തെ ക്ഷേത്രവും അല്ലാതെ ഞാൻ ഇനി ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല. ഡോക്ടർ പറയുന്നത് ഏതോ പൂജയാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, ഡോക്ടർ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാ. ദാ, ഈ സാരി ഡോക്ടർ തന്നെ വെച്ചോ. അനിയത്തിക്കുട്ടിയുടെ സാരിയാണെങ്കിൽ മറക്കാതെ തിരിച്ചു കൊടുക്കണേ. അമ്മേ, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വേഗം വരാം. അമ്മ ഡോക്ടർക്ക് ചായ കൊടുക്ക്. ഇത് ലച്ചു അഖണ്ഡ ജ്യോതി എടുത്തപ്പോ ധരിച്ച സാരിയാ. ഇത് കണ്ടാൽ അവള് പലതും ഓർക്കുമെന്ന് കരുതിയ മനയിൽ നിന്ന് ഞാൻ ഈ സാരിയും എടുത്തു വന്നത്. അതുപോലും അവളുടെ മനസ്സിലെ ഓർമ്മയിൽ ഒരിടത്തും ഇല്ലെന്ന് ഗോവിന്ദന് മനസ്സിലായില്ലേ? സാരമില്ല, മോനിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.